നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. 5 പേര് എന്താണെങ്കിൽ ലാസ്റ്റ് ഡേ ആയിട്ട് പറയാറുണ്ട്. ലാസ്റ്റ് ഡേ ആയിട്ട് ആരും വന്നിട്ടില്ല. എത്ര ആൾക്കാർ വന്നിട്ടുള്ളൂ? ലാസ്റ്റ് ഡേ പറ്റി ഞങ്ങൾക്ക് എന്താ പറയാനുള്ളൂ? മാത്രം ചോദിക്കണം. ഞാൻ വരുന്നില്ല. അവസാനത്തെ നിമിഷത്തിൽ ഞങ്ങൾക്ക് എന്താണ് ഒരു കുറച്ച് ദിവസം കൂടി കിട്ടണം. എന്തൊക്കെ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള നമുക്ക് അർച്ചന ചോദിച്ചോക്കാം. അർച്ചന ഒന്ന് നമ്മളെ ക്ലാസ്സിലെ അവസാനത്തെ ഇടയാണ്. പ്രത്യേകിച്ച് സാഹചര്യം കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം. എനിക്ക് ഷിബുവിനെ കുട്ടീനെ കാണാൻ എന്തായാലും വരണ്ടേ. പിന്നെ ഇതിന് മിസ് ചെയ്യും. അല്ലല്ല, ഇനി നമ്മള് മാറി അടുത്ത ആളെ അതാണ് അർച്ചന. ഡിഗ്രി ഉണ്ടാവണം കല്യാണം കഴിക്കാൻ അല്ലേ? കല്യാണം കഴിക്കാൻ വേണ്ടി ചെക്കനില്ല. ചെക്കൻ ഇവിടെയാണ്, എയർപോർട്ടിലാണ്. എന്താ വിചാരിച്ച്? കല്യാണം കഴിഞ്ഞ് മാറി നിൽക്കാൻ തുടങ്ങിക്കണേ. ഞാനും നീയും അവസാനത്തെ ക്ലാസ്സാണ്. അപ്പൊ അവിടെ ഒറ്റക്ക് വന്നിരിക്കലാ. കാര്യം ചോദിച്ചപ്പോ 5 മനസ്സിൽ എന്താ ലാസ്റ്റ് 3 വർഷം പഠിച്ചത് എനിക്ക് എന്താണ് അത് പറയും. 3 വർഷം പഠിച്ചിട്ട് എന്താ കാണാൻ പറ്റില്ലല്ലോ. സാധയുടെ മരട്ടത്തുണ്ടോ? ഇവിടെ ടീച്ചറല്ല. ഇവിടെ വീതിരുത്തോ? ഞാൻ സപ്ലിക്ക് അതാണ് സാധ്യത. സേന പറയും. സേന 3 വർഷം ഇവിടെ പഠിച്ചിട്ട് എന്താ പറയാ? ഇന്ന് ലാസ്റ്റ് ക്ലാസ് അല്ല, എന്താ പറയാ? സന്തോഷമുള്ളൂ. സങ്കടമുണ്ട്. കൈനീര് സങ്കടമില്ല. നമ്മളെ നെഫീരിക്കുണ്ട്. എന്താ പറയാലോ, നമ്മള് ഡിഗ്രി കഴിഞ്ഞല്ലോ 3 വർഷമായി. എല്ലാവരും മിസ് ചെയ്യും. ഈ ക്ലാസ് മിസ് ചെയ്യും. അല്ലാണ്ട് പപ്പനെ അങ്ങോട്ട് മിസ് ചെയ്യും. അല്ലാരത് നിങ്ങൾ വന്നിക്കണാ? എന്താ പറയണ്ടേ? 3 വർഷം പഠിച്ചിട്ട് വളരെ നല്ല. പക്ഷെ നമ്മളെ ബാച്ച് ഒരു പൂച്ചിലെ ബാച്ചാണെങ്കിലും ക്ലാസ് അത് അടിപൊളി. എന്തൊക്കെ ഡ്രോപ്പ് അടിച്ച് പോയിരുന്നു ക്ലാസ്സിലൊന്നും. നിങ്ങൾക്ക് എന്താ പറയണ്ട? എന്താ പറഞ്ഞിട്ട് പോയാ മതി. എന്തൊക്കെ പറയാ? അല്ല പറയണ്ടാവില്ല. കാരണം 1 മാസമായിട്ടാണ് കോളേജിൽ വരുന്നത്. 3 മാസമായില്ല. നാളെ കെട്ട പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ഫസ്റ്റ് ഇയർ മുതലേ വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ തോന്നുന്നുണ്ട് ഫസ്റ്റ് ഇയർ മുതലേ വന്നാൽ മതിയായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. ജീവിതം മൂഞ്ചി കുറച്ച് ടൈം ഉള്ളതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ അല്ല. അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യും. കണ്ണീരില്ലാവർക്കരയാൻ എന്താണ് 3 വർഷം ഇവിടെ പഠിച്ചിട്ട് പറയാനുള്ളത്? അല്ലാത്തുണ്ടോ? അല്ലാത്തുണ്ടോ? എന്താ അല്ലാത്ത മെമ്മറീസ്? പറയാൻ പറ്റൂല. ഫെയർവെല്ലിന് എന്താ പറയണം? അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞല്ലോ. അശിക്ക് എന്താ പറയാ? 3 വർഷം ഇവിടെ പഠിച്ചിട്ട് കഴിഞ്ഞ സങ്കടം. സങ്കടമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷം മാത്രം. കഴിഞ്ഞില് സന്തോഷം കഴിയാൻ വേണ്ടി കാത്തിക്കല്ലേ? കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞില്ലേ? മുടക്കെന്താ പറയാനുള്ളത്? നമ്മളെ 3 കൊല്ലം ഇവിടെ പഠിച്ചിട്ട് കാര്യമായിട്ട് പറയും. തമാസല്ല. ലാസ്റ്റ് സീസൺ ക്ലാസ് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. ഇവിടെ ആകെ പറയാനുള്ളൂ. പൈസ ഉണ്ടോ?
അതാണ് എന്താ കാർത്തി എന്ന് പറയാല്ലേ കുറുക്കോളിട്ടെ മുടയുടെ ഇതാണ് ഡിഗ്രി ഉണ്ടാവണം കാർത്തികിന് ബിസിനസ് നല്ല പോലെ അച്ഛന്റെ ബിസിനസ് നല്ല പോലെ നോക്കി നടത്താൻ മൂന്ന് വർഷം ഇവിടെ പഠിച്ചിട്ട് എന്താ പറയാ ലാസ്റ്റ് ക്ലാസ് 3 വർഷം ഇവിടെ പഠിച്ചിട്ട് കഴിയാനാകുമ്പോ സന്തോഷമുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അടിപൊളിയായിരുന്നു കുഴപ്പമില്ല നമ്മളെ ബാച്ച് ഉണ്ട് നമ്മളെ ക്ലാസ് ഉണ്ട് ഇവിടെ ക്ലാസ് അടിപൊളിയാ എല്ലാവരും ഭയ എപ്പോഴെങ്കിലും കോളേജിൽ എല്ലുള്ളൂ 3 കൊല്ലത്തില് 1 കൊല്ലേക്കാരിച്ച് കോളേജിൽ വന്നിട്ടുണ്ടാവാം കോളേജ് എന്താ പറയാ കോളേജ് സാറി ജയ് കോളേജ് അതിനെ പറ്റി എന്താ പറയുന്നത് ക്ലാസ് 3 കൊല്ലത്തിൽ 1 കൊല്ലല്ലേ വന്നിട്ട് എന്ത് ഉഷാർ എന്ത് ചോദിച്ചു എന്ത് പറഞ്ഞു എന്തിനാ സങ്കടം എങ്ങോട്ട് 3 കൊല്ലം ഇവിടെ പഠിച്ചിട്ട് സീരിയസ് ആയി അടിപൊളി ചെയർമാൻ ഞങ്ങളെ കോളേജിലെ കുട്ടികളെ പറ്റി ചേർക്കാൻ ചെയർമാൻ പറയും നമ്മള് കൃത്യമായ ദിവസം എടുത്ത് കൊടുത്തേക്കണ് തേർഡ് പൈസ അതല്ല വിഷയം അതിലൂടെ വിഷയമല്ല 3 വർഷം ഇവിടെ കോളേജ് പഠിച്ചിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു ലാസ്റ്റ് ക്ലാസ് ആണ് പറയാനുള്ളത് എന്താ വെച്ചാല് ഇങ്ങനെ ഞങ്ങൾക്ക് ആരും കിട്ടൂല അതേമാതിരി കാരണം വെച്ചാല് കുറെ നല്ല മനുഷ്യന്മാരെ കണ്ടു, കുറെ നല്ല ആളുകളെ കണ്ടു, കുറെ നല്ല നമ്മളെ ചെക്കനെ കണ്ടു, പിന്നെ ഒരുപാട് അടയാളപ്പെടുത്താൻ പറ്റി. നമുക്ക് ഒരു ഫൈൻ ആർട്സ് സെക്രട്ടറി ആയി ചെയർമാനായി വ്യക്തിപരമായിട്ട് കേട്ടോ. പിന്നെ നമ്മള് ഇതന്നെ നമ്മളെ ചെക്കന്മാരാണ് മെയിൻ. പിന്നെ കുറെ ആളുകള് ഫീബക്ക് വരാനുള്ളതാ ഇപ്പൊ എന്തേ പറയണ്ട അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഈ 3 വർഷം ഒന്നിങ്ങനെ വാ അവിടെ വലിച്ചിട്ടുണ്ട് അങ്ങോട്ട് വാണ്ടു അല്ല ആണ്ട് വരാം അങ്ങ് വലിച്ചത് നാട്ടുകാർ 3 വർഷം അടിപൊളിയായിരുന്നു. ഏറ്റവും രസം ഈ ലാസ്റ്റ് ഇയർ ആയിരുന്നു. അത് പെട്ടെന്ന് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഞാൻ മിസ് ചെയ്യും. നല്ല സങ്കടമുണ്ട്. നല്ല ട്രൂ ആയിട്ടുള്ള ചെക്കനെ കിട്ടി. കണ്ണിന് വെള്ളം വരും. കണ്ണിന്ന് വെള്ളം വരും. നമുക്ക് ഫെയർവെൽ ഇല്ല. ഫെയർവെൽ ഉണ്ട്, അന്ന് വരും. ഫെയർവെൽ ഞങ്ങൾ അടിച്ചു പൊളിക്കും. അടുത്ത ഇങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് ഇനി വിട്ടൂല കണ്ണ് നിറയണൊക്കെ. അത് ഇന്ന് കരയി വീഡിയോക്ക് വേണ്ടി ഞാൻ ആട് വരുമ്പോൾ കറിയിട്ടാ തിരിച്ചു വരുമ്പോൾ കരയണം. ലാസ്റ്റ് ക്ലാസ് ആണ് ലാസ്റ്റ് ക്ലാസ് ആണ് ജീവിതാണ് ഇങ്ങോട്ട് ക്ലാസ് ഇനി ഇങ്ങനെ ക്ലാസ് കിട്ടുമോ എന്നിട്ടാ ജീവിതാണ് ലാസ്റ്റ് ക്ലാസ് പറയാനുള്ള പറഞ്ഞോ ചില നിമിഷങ്ങൾ സന്തോഷ സങ്കട ഇവരൊക്കെ ചോദിച്ചില്ല ക്യാമറ തിരിക്കാൻ പറ്റുമോ ചോദിച്ചത് ചോദിച്ചപ്പോ ലാസ്റ്റ് ക്ലാസ് ആണ് എന്താ കുറിച്ച് കിടക്കണം എന്റെ മതി അല്ല ആ അവിടെ പെർമിഷൻ വാങ്ങി നമ്മുടെ സെൻഹ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നെ പറയും എന്താണ് എനിക്ക് ലാസ്റ്റ് ഡേ 3 വർഷം പഠിച്ചു 2024 ലാസ്റ്റ് ഡേ പഠിച്ചത്. അപ്പൊ എന്തൊക്കെ പറയാനുണ്ട്? നല്ല സമാധാനമുണ്ട്. അത് ചിലവർക്ക് ക്ലാസ് കഴിയാനാവും ഇഷ്ടം, ചിലവർക്ക് കഴിയണ്ടെന്നാലാവും. കോളേജിൽ താല്പര്യം വെറുതെ വന്നതല്ലേ ടൈം പാസിന്. ഷോൾ അങ്ങനെ വരലില്ല കോളേജ് എപ്പോഴേക്ക് വരലുള്ളൂ. 3 കൊല്ലത്തിൽ 1 കൊല്ലം വന്നില്ല. ഒരു കൊല്ലം വന്നിട്ടുണ്ടാവും. എനിക്കൊന്നും പറയാനുണ്ടാവും തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഇതിനെ മിസ് ചെയ്യും, സെന്നനെ മിസ് ചെയ്യും, ഷാദോടെ എൻ്റെ നാട്ടിലല്ലേ. അപ്പുറത്തില്ലേ വരാൻ കാണാൻ പറ്റില്ലല്ലോ. ഫിൽമൊക്കെ വന്നാൽ മതി. ആയിക്കോട്ടെ. ഞങ്ങൾ പക്ഷേ ആണ്ടെന്നുള്ളത് വരണ്ട. ഇതൊക്കെ എന്താ പറയാ ലാസ്റ്റ് ക്ലാസ് എന്താ പറയാ 3 കൊല്ലം പഠിച്ചു 3 കൊല്ലം പഠിച്ചിട്ട് എന്താ വിഷമമുണ്ടേ? എന്നാലും വിഷമില്ല. ഉണ്ട് ലാസ്റ്റ് ആയപ്പോഴാണ്. നമ്മളെ ബിരിയാണി നല്ല വിഷമമുണ്ട്.
ഇരിക്കുന്നതിലാണ് വിഷമം. ഏ? നിങ്ങളെ കൂടെ ഇരിക്കുന്നതിലാണ് വിഷമം. ആ, വേണ്ട, വേണ്ട. പിന്നെ പരിപാടി. ക്രിസ്ത്യനെ മിസ് ചെയ്യും. അതാ. പറയാ പറഞ്ഞാജ് അല്ലല്ല അഞ്ച് മിനിറ്റ്. പറഞ്ഞോജി പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് പോയി ഞങ്ങളൊരു 4 സംഘം 1 മിസ് ചെയ്യും. 2 ആരെ? 3 4 4 3:30 4 1 2 3 4 വാഫ 4 സംഘം ഇവിടെ പറഞ്ഞേ അത് മിസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് എല്ലാരും കൂടി ഒന്ന് ഇതായി. Bond അപ്പൊ ആയിട്ടില്ല. തന്നെ കഴിഞ്ഞ് ഇല്ലല്ലോ. അപ്പൊ അതിനൊക്കെ വിഷമം. ആദ്യം പോണ്ടേ പോരേന്നാ ആദ്യം അവസാനം ആയോണ്ടാണ് ബോണ്ടായത്. അപ്പം അവസാനായും പോയി. സഹദിനെ മിസ് ചെയ്യും. സഹദിനെ ഇതെന്താ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറയില്ലയോ സങ്കടങ്ങൾ പറയണ്ടേ? പറയണം മിസ്സാണ്. പിന്നെ സമാധാനം കുറച്ചൊക്കെ ഉണ്ട്. വരണ്ടല്ലേ ഇങ്ങോട്ട് വരണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ? ഇതാണ് ഇവിടുത്തെ മെയിൻ ടീം ഇവിടുത്തെ തേർഡ് 3 വർഷം മെയിൻ ടീമായി നടക്കുന്ന ടീം ആദ്യം ആഫീഫ പറയും ആഫീഫ നമ്മുടെ ഡോക്യുമെന്ററിയുടെ മെയിൻ 3 കൊല്ലം പഠിച്ചിട്ട് എന്തെങ്കിലും വരാനുള്ളത് ഇതിപ്പോ ലാസ്റ്റ് ക്ലാസ് ആണ് എന്ത് വരാനുള്ളത് അറിയില്ല എന്താ പറയുക. ഒറ്റ കുത്തിക്കറി മഴയൊക്കെ പറഞ്ഞു ക്യാമറ മുടിച്ച് നിൽക്കണേ ഈ ബാസ് എന്തോ പറയണ്ടേ? അല്ല ഇജ്ജ് ആദ്യം ബോറി അവളോട് പറഞ്ഞിട്ട് ഞാൻ പറയാം. മറ്റേ ടീമാണ് പൊന്നാണിക്കാര് വർഷാന പറഞ്ഞോ ഒരു പാട്ട് പാടാൻ പാട്ടല്ല. നമ്മള് ഇനി ഉണ്ടാവൂല ഇങ്ങനെ ക്ലാസ്. ഇത് നമ്മളെ ലാസ്റ്റത്തെ ക്ലാസ് ആണ്. ഒക്കെ ഇരുന്നിട്ടുള്ള അയല്ലേ കരയാൻ പറ്റുന്നവർ അതിൽ കണ്ണിന് സങ്കടം ഉണ്ടോ കണ്ട് സങ്കടം തോന്നിയല്ലോ ആരെ ബിരിയാണി സങ്കടം ബിരിയാണി നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട എല്ലാ ശരിക്കും അല്ലാതെ ഒരു പറഞ്ഞിന്ന് ലാസ്റ്റ് എക്സാമിൽ അന്നുണ്ടാവും എന്താ ഇപ്പൊ വരാനുള്ളത് നല്ല ഇടങ്ങാറുണ്ട്. കാരണം നമ്മള് ലാസ്റ്റിക്കാണ് നമ്മൾ നല്ല അടുത്തേക്ക് തോന്നുന്നില്ലേ? നമുക്ക് ഇപ്പൊ ട്രിപ്പ് പോയാൽ മതിയെന്നില്ലേ? അല്ല കുറച്ച് മുന്നേ കുറച്ച് മുന്നേ പോണേന്ന്. അപ്പോഴാണ് നല്ല അടുത്ത് വരിക. നമ്മൾ നല്ല ലാഗായി. പിന്നെ അതല്ല സെക്കൻഡ് ഇയർ കഴിവിക്കാണ് നമ്മളിങ്ങനെ കുറച്ചും കൂടെ ബോയ്സ് നെറ്റ് ഇപ്പൊ എന്താ ചെയ്യാനായതുകൊണ്ട് നമ്മളെ മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾ ഏത് ഫോട്ടോ നിന്നാലും വേണ്ടി ഞാൻ നിൽക്കലില്ല ഒരു ഫോട്ടോ. പക്ഷെ അത് പറയണല്ല. അത് ഞാൻ പറയണല്ല. നിങ്ങൾ ആരും എടുക്കാൻ നിൽക്കലില്ല. ഓരന്നെ ലൈനൊക്കെ നിൽക്കില്ല. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എഡിറ്റിംഗ് അല്ല 3 വർഷത്തെ മറ്റേ വരാല്ലേ 3 വർഷം ആദ്യം ഞങ്ങൾ വിചാരിച്ചില്ല നമ്മളെ വോയിസ് എന്നുള്ളത്. ഇങ്ങനെ മനസ്സിലായത് നല്ല എന്ത് പറഞ്ഞാലും നമ്മളൊപ്പം നിൽക്കുന്നുള്ളത്. ഇതെല്ലാം പിന്നെ ബുക്ക് ചെയ്ത് ഇത് പറയണം എന്നാലും ഇത് പറയണം ഒരു 10ന്റെ വീഡിയോ വേണ്ടേ വീഡിയോ കയ്യിലേക്കതാണ് ഫ്രണ്ടിൽ കാണിച്ചു തന്നപ്പോ പറയും ഇവ പകുതി ചെയ്യുന്നു പിന്നെ ആള് ക്യാമറ മാറ്റിട്ട് വരും എന്താ പറയാ പോവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ബർഷാനേനു. കോളേജൊക്കെ ഇനി പിരിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഡോക്യുമെന്ററി പറഞ്ഞൊക്കെ അത്ര ഇതായിരുന്നു. എനിക്ക് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. എനിക്ക് പഠിപ്പിച്ചിട്ടൊന്നും ഓർമ്മയില്ലെങ്കിലും കുറെ കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ പറ്റി. അത് സീക്രട്ടോ അവിടെ പറയാൻ എന്താ പറയാ കോളേജ് നല്ല മിസ് ചെയ്യും. ഇത് മതിയാവും. ടെസ്റ്റിക്ക് കൂടുതൽ മിസ്സാവാൻ നവാസ്, അജ്മല്, സഹദ്, മുട ഇങ്ങനെ കാട്ടണോരെ ഇന്നലെ നല്ല മിസ് ചെയ്യും അതൊക്കെ. പിന്നെ എന്റെ ബർസ്
പിന്നെ ഇവരെ എല്ലാവരും മിസ് ചെയ്യും. ഇങ്ങനെ ഇരിക്കണതൊക്കെ നല്ല ഇടങ്ങാറാക്കാരും പിന്നെ അതൊന്നും കിട്ടൂലല്ലോ. പിന്നെന്താ ബസ്സിനെ മിസ് ചെയ്യും, എല്ലാവരും മിസ് ചെയ്യും. സാദിനെ മിസ് ചെയ്യും, ഷിബുവിനെ മിസ് ചെയ്യും. സാദിനെ നല്ല മിസ് ചെയ്യണ്ടാവും. കാരണം ഓനിക്കൊരു മലയാളി തരാണ്ട് മിസ് ചെയ്യും. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവരും പെയ്ഡ് പ്രൊമോഷനാണ്. എല്ലാവരും ഇതിനെ പറ്റി പറയണേ. എന്തോ എല്ലാവർക്കും ഇഷ്ടം. നല്ല ഇഷ്ടമാണ്. പേടിയറായപ്പോ ഇഷ്ടമില്ല. അതൊരു വൃത്തിയുടെ സ്വഭാവം. ഇപ്പോഴും വൃത്തിയുടെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ കൂടി പക്ഷെ ഇക്കോനെ ഇഷ്ടമാണ്. നല്ല പറയാ അഞ്ഞ് പറയും ഞാൻ പറയും നല്ല പറയും. അത്രയൊക്കെ ഉള്ളൂ. ഇത്ര ആള് വന്നിട്ടുള്ളതാണ് പ്രശ്നം. നമ്മളെ മെയിൻ ബ്ലോഗർ വന്നിട്ടില്ല. മെയിൻ ബ്ലോഗറിന് വരാത്തോണ്ട് ചില ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടാവും. അത് ക്ഷമിക്കുക. നമ്മുടെ ഷിബിനോട് കാര്യമായിട്ട് കിട്ടണം. ഷിബിലോ കാര്യമായിട്ട് പറയും. സീരിയസ് ആയിട്ട് അയ്യോ സീരിയസ് ആയിട്ട് പറയും. അതായത് കോളേജൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം നല്ല അടിപൊളിയായി വന്ന് പൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ദിവസം ഇനി എന്തൊക്കെ ചെയ്ത് തീർക്കാനുള്ള മാതിരി ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലാത്ത പോലെ കുറേ ഇനി എന്തൊക്കെ നമുക്ക് ഇല്ല. അതായത് അതിനൊന്നും മതിയായിട്ടില്ല. ഇനിയും കിട്ടണം എനിക്ക്. പക്ഷെ എന്താറില്ല ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. പക്ഷെ ഇൻഷാല്ലാ ഇനി ഒരു എല്ലാവർക്കും 6th തമ്മിൽ സപ്ലിറ്റ് ഉണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാവർക്കും കാണാമല്ലോ. കിട്ടട്ടെ. ഷെബി പറഞ്ഞിട്ടല്ല. ഷെബിക്ക് എന്താ പറയാ? 3 കൊല്ലം പഠിച്ചിട്ട് എന്താ പറയാ? ഒന്നും പറയാ. മൂജ കോളേജ് 5 പറഞ്ഞ. അപ്പൊ പറയാനുള്ളത് ഇനി ആൾക്കാർ വരും. ഒന്നും പറയാ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ഇനി ലാസ്റ്റ് ആണ്. അർച്ചനേനെ പറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറയും. അർച്ചനാണോ? അതൊന്നും പറയില്ല. അതാ അർച്ചനല്ല അത്ര അതാ അത് പറഞ്ഞ പക്ഷേ അതിന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമാവില്ല. അതുകൊണ്ടാണ് ഓന് പറയാത്ത. ഓന്റെ ഫേവറേറ്റ് ഞാനാന്ന് എനിക്കറിയാം. ഇതാണോ? പിന്നെ എല്ലാരും ഫുള്ളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അതെ അതായത് മുണങ്ങാണ്. അർച്ചന കറക്റ്റ് പറയും. കറക്റ്റ് ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല. 5 പറയോ? കറക്റ്റ് പറയും. എങ്ങനെ 3 വർഷം ഫസ്റ്റ് ഇയർ അതെ ഫസ്റ്റ് ഇയർ ഭയങ്കര ആരെയും അങ്ങനെ പരിചയം ഉണ്ടായില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സെപ്റ്റംബറിലാണ് വന്നത്. കാരണം വീഡിയോ ആയിട്ട് അപ്പോൾ സെക്കൻഡ് ഇയർ ഒരു പകുതി എത്തിയപ്പോൾ എല്ലാവരും കമ്പനിയായി. ആ ട്രിപ്പ് ഐവി പോയപ്പോൾ അത് കഴിഞ്ഞ് ട്രിപ്പ് പോയപ്പോൾ ട്രിപ്പൊന്നും പറയേണ്ട അടിപൊളിയായിരുന്നു. ചെക്കന്മാരൊക്കെ അതിൽ സൂപ്പറായിരുന്നു. കഴിഞ്ഞ പിന്നെ ഇപ്പൊ സങ്കടം സെക്കൻഡ് ഇയർക്ക് അങ്ങനെ അത് ഫുള്ള് പറയും. ഇഷ്ടമുള്ള മൊമെന്റ് ആയിരുന്നു ഈ 3 വർഷം എടുത്ത് പറയാൻ പറ്റിയ മൊമെന്റ്. ആ പൂള് ചാവാനായെങ്കിലും ഫസ്റ്റ് 5 അതല്ല കോമഡി. നമ്മള് മറ്റേ പോലെ ബോട്ടിലും അല്ല അതിന്റെ വരുന്ന കാക്കിംഗ് അല്ല അഡ്വഞ്ചർ. അതിന് 5 നീന്തൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ചാടിയിട്ട് തല അടിക്ക് വെച്ചിട്ട് കൈ അടിക്കല്. ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്നും നോക്കി ഞാൻ ചാടി. ചാടി പക്ഷെ നീന്താ. പക്ഷെ എന്തായാലും എങ്ങനെയൊക്കെ 5 സാധനം ഒന്ന് രസിച്ചു നരൻ. അതെ. പിന്നെ എത്ര പറയാളൂ? ലാസ്റ്റ് ആയപ്പോ ഇനി അടുത്തത് എന്തെടുക്കുക അതിന്റെ ഒരു പേടിയുണ്ട്, ടെൻഷനുണ്ട്. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അതിന്റെ എല്ലാരും പറ്റില്ല പൊതുവായി ക്ലാസ്സിൽ അത് എനിക്കേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കര ആക്റ്റീവായ ചെക്കന്മാരും പെണ്ണുങ്ങളായോണ്ട് ക്ലാസ് ഒരു കോളേജ് ഒരു സുഖമില്ല, പക്ഷെ ക്ലാസ് സൂപ്പർ. അപ്പോൾ എനിക്ക് ഈ ക്ലാസ്സിൽ ഏറ്റവും ഫേവറേറ്റ് സാധനമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്നും കണ്ട തല്ലൂടെങ്കിലും പക്ഷെ ഒരു ഓനോട് മിണ്ടാതെ ഇത്ര പറഞ്ഞാൽ മതിയോ? എല്ലാരും കൊണ്ട് പറയിപ്പിക്കാൻ എല്ലാ
എല്ലാവർക്കും നൈസ് ഞാൻ എന്താ കാട്ടും എന്നാ ഇത് പറഞ്ഞ അത് കഴിഞ്ഞിട്ടില്ല കാരണം ഇനി Double ആര് click അടിക്ക്. വന്നാ നമ്മള് വരും ആര് വന്നില്ലെങ്കിൽ ഇത് അതാണ് അവസ്ഥ. ഓക്കെ ബൈ.